Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa natawakkalu alayhi wa na'udhu billahi min sururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിപാവനമായ വക്രതയും വളവുമില്ലാത്ത സ്ത്രീ പുരുഷന്മാരുടെ പ്രകൃതിക്ക് യോജിച്ചതായ നിയമങ്ങളും ശാസനകളും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളും ആദ്യമായി പടച്ചവന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം അവന്റെ ദൂതന്റെ റസൂലുള്ളാഹിയുടെ വിശദീകരണത്തിൽ നിന്നും വിവരണങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ അനുഷ്ഠിച്ച് മരണം ഏത് സ്വഭാവത്തിൽ എപ്പോൾ എവിടെ വെച്ച് നമ്മെ പിടികൂടിയാലും പടച്ചവന്റെ യഥാർത്ഥ അടിമകളായി ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി മാതൃകാ മുസ്ലിങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരിമാരോടും സഹോദരന്മാരോടും ഉപദേശിച്ച് കൊള്ളുന്നു. ഈ വർഷത്തെ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ധനവുമായി ബന്ധപ്പെട്ട ധനത്തിന്റെ സക്കാത്തിനെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചത്. ഇനി സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷമാണ് പടച്ചവൻ മതപരമാക്കിയിട്ടുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് ഈദുൽ ഫിത്രി, ചെറിയ പെരുന്നാൾ എന്നത്. അവ ഈ പെരുന്നാൾ ദിവസത്തിൽ ഒരു വിഭാഗം പട്ടിണി കിടക്കുകയും മറ്റൊരു വിഭാഗം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന
ഒരു ദുരാവസ്ഥ ഒരിക്കലും ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഇസ്ലാം മതം ഈ ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് ഒരു നിർബന്ധ ദാനധർമ്മം മതപരമാക്കുകയാണ്. സക്കാത്തുൽ ഫിത്ർ, തടിക്കുള്ള സക്കാത്ത് എന്നാണ് ഇതിന് പറയുക. ഫിത്ർ എന്ന് പറഞ്ഞാൽ തടി എന്നാണ്. ഇത് മതപരമാണ് എന്നതിന് വിശുദ്ധ ഖുർആൻ തന്നെ തെളിവാണ്. അള്ളാഹു പറഞ്ഞ് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. ഈ ആയത്ത് ഓതിയിട്ട് പ്രഗൽഭ സഹാബിയായ അബൂ സഈദുൽ ഖുദരിയും നബിചര്യ ക്രോഡീകരിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് രാജാവും ഇബ്നു അബ്ബാസിന്റെ പ്രഗൽഭ ശിഷ്യനായ ഖുർആൻ വ്യാഖ്യാതാവുമായ ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഈ ആയത്ത് ഓതിയിട്ട് തന്നെ ഫിത്ർ സക്കാത്ത് പിരിച്ചെടുക്കാറുണ്ട് എന്ന്. കാരണം ഈ സഹാബി വര്യന്മാരും താബീങ്ങളും ആയത്തിന് നൽകുന്ന അർത്ഥം അത് അഫ്ലഹ മൻ തസക്ക, തീർച്ചയായും പരിശുദ്ധി കരസ്ഥമാക്കിയവൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് കൊടുത്ത സ്ത്രീയും പുരുഷനും വിജയിച്ചു. വദക്കറ ഇസ്മ റബ്ബിഹി, തന്റെ റബ്ബിന്റെ നാമത്തെ ഓർത്ത് എന്ന് പറഞ്ഞാൽ പെരുന്നാളോടനുബന്ധിച്ച് തക്ബീർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി ഫസല്ല, അങ്ങനെ പെരുന്നാൾ നമസ്കരിക്കുകയും ചെയ്ത്. ഇങ്ങനെയാണ്, ഇപ്രകാരമാണ് ഞാൻ വിശദീകരിച്ച ഈ സഹാബിമാരും താബീങ്ങളും ആയത്തിന് അർത്ഥം നൽകിയിട്ടുള്ളത്. അപ്പം വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ സക്കാത്തിന് സൂചന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നബിന്റെ ധാരാളം ഹദീസ് കാണാം. ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി, പ്രവാചകൻ സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി ഫർളാക്കിയെന്ന്. അതേ അവസരത്തിൽ ചില പണ്ഡിതന്മാർക്ക് ഇത് ആദ്യം നിർബന്ധമായിരുന്നു, പിന്നീട് സക്കാത്ത്, ധനത്തിന്റെ സക്കാത്ത് നിർബന്ധമാക്കിയപ്പോൾ അത് പ്രബലമായ സുന്നത്താക്കി എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ആ അഭിപ്രായം നബിചര്യയുമായിട്ട് അങ്ങനെ യോജിച്ചതല്ല. പ്രവാചകന്റെ ഹദീസിലൊക്കെ എല്ലാം തന്നെ അത് നിർബന്ധമാണ് എന്നതിനാണ് വ്യക്തമായ തെളിവ് ഉള്ളത്. ഇനി സ്നേഹിതന്മാരെ, ഈ സക്കാത്ത് തടിക്കുള്ള സക്കാത്താണ്, ധനത്തിനുള്ള സക്കാത്തല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ ആ ആളുകളെ എണ്ണിയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു കോടീശ്വരനാണ്, ഓന്റെ വീട്ടിൽ ഓനും ഭാര്യയും മാത്രമാണെങ്കിൽ 2 ആൾക്ക് നിശ്ചയിച്ച വിഹിതം മാത്രം കൊടുത്താൽ മതി. പക്ഷേ കോടീശ്വരനൊന്നുമല്ല, ഒരു മധ്യ നിലവാരത്തിൽ ജീവിക്കുന്നവനാണ്, അല്ലെങ്കിൽ ദരിദ്രനല്ലാത്തവനാണെങ്കിൽ ഓന് 10 മക്കളുണ്ടെങ്കിൽ 10 കുട്ടികളെ പേരിൽ കൊടുക്കണം. അപ്പൊ കോടീശ്വരൻ കൊടുക്കുന്നേക്കാൾ കൂടുതലും വീട്ടില് അംഗങ്ങളുള്ളവര് കൊടുക്കേണ്ടി വരും. അപ്പൊ സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ തടിക്ക് ഉള്ള സക്കാത്ത് എന്നാണ്. അത് നബിന്റെ ചര്യയിൽ കാണാം. ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി അലൽ അബ്ദി വൽ ഹുരി വസ്സകരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീന. ഇമാം ബുഖാരി മുസ്ലിം പ്രഗൽഭ ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത് അലൽ അബ്ദി, അടിമകൾ ഉണ്ടെങ്കിൽ അടിമന്റെ പേരിൽ ആ വീട്ടുടമസ്ഥൻ സക്കാത്ത് നൽകണം. അതുപോലെ വൽ ഹുരി, സ്വതന്ത്രന്മാരുടെ പേരിലും അവരുടെ തടി എണ്ണിയിട്ടും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതുപോലെ വസ്സകരി വൽ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെയൊക്കെ തടിയെ പരിഗണിച്ച തടിക്ക് സക്കാത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വസ്സഗീരി വൽ കബീരി, ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അവരുടെ പേരിലും സക്കാത്ത് കൊടുക്കണം. മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽപ്പെട്ട. ചെറിയവൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം 2 അഭിപ്രായമാണുള്ളത്. സഹാബത്തിൽ ഒരു വിഭാഗം പറയുന്നത് പ്രസവിച്ചിട്ടില്ല, പക്ഷെ പ്രസവത്തോട് അടുത്തിട്ടുണ്ട്, 4 മാസത്തിന് ശേഷമുള്ള ഗർഭം ധരിച്ച ശിശുവാണെങ്കിൽ ആ ഗർഭശിശുവിന്റെ പേരിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന് സഹാബത്ത് നിന്ന് ചിലർ അഭിപ്രായപ്പെടുകയാണ്. പക്ഷെ അത് പരിപൂർണമായി ശരിയല്ല. പെരുന്നാളിന്റെ സൂര്യൻ അസ്തമിച്ച് പെരുന്നാളായി കഴിഞ്ഞാൽ അന്ന് ജനിച്ച ആ കുട്ടികളുടെ പേരിലെല്ലാം കൊടുക്കണം. അതിൽ അഭിപ്രായ ഭിന്നതയും ഇല്ല. അപ്പൊ ഇത് ഞാൻ വിശദീകരിച്ചതുപോലെ ധനം കണക്കാക്കി എത്ര നമുക്ക് വരുമാനമുണ്ടോ അത് കണക്കാക്കി അതിന് ഇത്ര ശതമാനം എന്നല്ല,
നാം തടി എണ്ണിക്കൊണ്ട് ആ തടിക്കാണ് ഇത് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് സക്കാത്തുൽ ഫിത്ർ, തടിന്റെ സക്കാത്ത് എന്നതിന് പേരിട്ടിട്ടുള്ളത്. ഇനി സ്നേഹിതന്മാരെ, എത്രയാണ് കൊടുക്കേണ്ടത്? അതും ഹദീസിൽ വ്യക്തമാക്കി. സാഅം മിൻ തംറിൻ ഔ മിൻ സഈരിൻ ഔ മിൻ സബീബിൻ എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അതായത് സാധാരണ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ധാന്യമാണെങ്കിൽ ഓരോരോ സാഹ് വീതം, ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നൊക്കെ, അതുപോലെ വെണ്ണക്കട്ടി, അത്തത്ത് നിന്ന് കാണാം വെണ്ണക്കട്ടി, ഇതിൽ നിന്നൊക്കെ ഓരോ സാഹ് വീതമാണ് നബിസാസം കൊടുക്കാൻ പറഞ്ഞത് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ സക്കാത്ത് പിരിച്ചെടുക്കുമ്പം, ഫിത്ർ സക്കാത്ത് നമ്മൾ അവകാശികളിൽ നിന്ന് പിരിച്ചെടുക്കുമ്പം സാധാരണ ഒരു സാഹിന്റെ വില നമ്മൾ പിരിച്ചെടുത്താൽ മതി. അതേ സമയത്ത് മുന്തിയ തരം ബിരിയാണിന്റെ ഒക്കെ അരി നമ്മൾ പിരിച്ചെടുക്കുകയാണ്. ബിരിയാണിന്റെ അരിയും സാധാരണ അരിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ മുദ്ദാനി അരസാഹിന്റെ പൈസ നമ്മൾ സ്വീകരിച്ചാൽ മതി. അരസാഹിന്റെ പൈസയോ അരസാഹോ സ്വീകരിക്കാം. അത് നബിന്റെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ധാന്യത്തിന് കുതിച്ചു വില കയറിയ അവസരമാണ്. അരിക്കൊക്കെ ഭയങ്കര വിലയാണ്. അങ്ങനെയാണെങ്കിലും അരസാഹ് വീതം പിരിച്ചെടുത്താൽ മതി. അതും ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് ഖലീഫ ഉമർ അല്ലാഹു, അലി അല്ലാഹു, ഉസ്മാൻ അല്ലാഹു, പിന്നെ അബൂ ഹുറൈറ, ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, പിന്നെ നബിന്റെ ഭാര്യമാരിൽ നിന്നൊക്കെ തന്നെ അസ്മാ, ആയിഷ ബീബി എല്ലാം പറഞ്ഞ് ധാന്യത്തിന് വില കുതിച്ചു കയറിയ അവസരമാണ്. അതുപോലെ തന്നെ മേൽത്തരം ഹിന്ദത്ത് തൊലില്ലാത്ത ഗോതമ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അരസാഹിന്റെ കാശ് നമ്മൾ പിരിച്ചെടുത്താൽ മതി, അല്ലെ അരസാഹ് കൊടുത്താൽ മതി എന്ന് വ്യക്തമായി ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമായ ഇബ്നു മുൻദിർ റളിയല്ലാഹു പറഞ്ഞു, ഇബ്നു മുൻദിർ റഹിമഹുല്ലാഹ് പറഞ്ഞ് ഈ വിഷയത്തിൽ സഹാബത്തിന്റെ ഇടയിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായം ഉണ്ട്, അതുവരെ സഹിയായി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരോ സാഹ് വീതം സാധാരണ അരിക്ക് ഒരു സാഹിന് എത്ര വരുമോ അത് നമ്മൾ പിരിച്ചെടുത്താൽ മതി. അതേ സമയത്ത് ഈ ബിരിയാണിന്റെ അരി തന്നെ അവകാശം നിന്ന് പിരിച്ചെടുക്കുകയാണെങ്കിൽ രണ്ടരിയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അരസാഹിന് വരുന്ന കാശ് ആ ഉടമസ്ഥയിൽ നിന്ന് പിരിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ധാന്യത്തിന് അരിക്കൊക്കെ ഭയങ്കര വിലയുള്ള അവസരമാണെങ്കിലും അരസാഹിന്റെ അരിന്റെ വില നമ്മൾ പിരിച്ചെടുത്താൽ മതി. അത് നബിചര്യയിലും സഹാബത്തിന്റെ ഏകാഭിപ്രായത്തിലും സ്ഥിരപ്പെട്ടതാണ്. ഇനി സ്നേഹിതന്മാരെ, അടുത്തതായിട്ട് ചിന്തിക്കേണ്ടത് ഇനി ആരൊക്കെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എന്നതാണ്. അതായത് ഇമാം അബൂ ഹനീഫ പറയുന്നത് സാധാരണ ധനത്തിന്റെ സക്കാത്ത് ആർക്കാണോ നിർബന്ധം അവര് തന്നെയാണ് ഫിത്ർ സക്കാത്തും കൊടുക്കേണ്ടത്, അവർക്ക് നിർബന്ധമാവുള്ളൂ എന്നാണ് ഇമാം അബൂ ഹനീഫന്റെ അഭിപ്രായം. അതേ സമയത്ത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നത് പെരുന്നാളിന്റെ ചെലവ് കഴിച്ചിട്ട് ആർക്കൊക്കെ മിച്ചുണ്ടോ ബാക്കിയുണ്ടോ അവരെല്ലാം സക്കാത്ത് കൊടുക്കണമെന്നാണ്. പക്ഷെ ഈ രണ്ടഭിപ്രായവും ശരിയല്ല, നബിചര്യയിൽ സ്ഥിരപ്പെട്ടതല്ല. കാരണം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞ മാതിരി ഇത് ധനത്തിന്റെ സക്കാത്തല്ല, ഇത് തടിക്കുള്ള സക്കാത്താണ്. അപ്പൊ ധനത്തിന്റെ സക്കാത്ത് നിർബന്ധമായവര് മാത്രം ഫിത്ർ സക്കാത്ത് കൊടുത്താൽ മതി എന്ന് പറയുന്ന അഭിപ്രായം ശരിയല്ല. അതേ സമയത്ത് ഇമാം ഷാഫി പറയുന്നത് ശരിയല്ല. കാരണം പെരുന്നാളിന്റെ ചെലവ് കഴിച്ച് എന്താണ് കൊടുത്തോ പിന്നെ തെണ്ടി നടക്കേണ്ടി വരുമല്ലോ. ഒരു ദാനധർമ്മത്തും ഒരാൾ തെണ്ടി നിൽക്കുന്ന ദാനധർമ്മമല്ല. അപ്പൊ ഇതിൽ ശരിയായ അഭിപ്രായം, അതായത് പെരുന്നാളിന്റെ ചെലവ് കഴിച്ച് പിന്നെ എത്ര എണ്ണം ഉണ്ടോ നമ്മളെ വീട്ടില്, ആ ഓരോരോ എണ്ണത്തിന് 10 എണ്ണമാണെങ്കിൽ ആ 10 എണ്ണത്തിന്റെ പേരിൽ ഒരു സാഹ് വീതം അരി കൊടുക്കാനും, കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് തെണ്ടി നടക്കാത്ത സാഹചര്യം ഇല്ലാത്ത സ്നേഹിതന്മാരെല്ലാം തന്നെ കൊടുക്കുക. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വവുമായിട്ട് ഈ അഭിപ്രായമാണ് യോജിക്കുന്നത്. ഷാഫിന്റെ അഭിപ്രായം ശരിയല്ല, ഇമാം അബൂ ഹനീഫന്റെ അഭിപ്രായം ശരിയല്ല. ഇനി നമ്മൾ കൊടുക്കേണ്ടത്, അതായത് നമ്മൾക്ക് ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ നമ്മൾ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മോളുണ്ട്, ആ മോളെ വിവാഹിതയാണ്, കെട്ടിച്ചിട്ടുണ്ട്, ഭർത്താവ് ചെലവിന് കൊടുക്കുന്നുണ്ട് എങ്കിൽ പിതാവ് നമ്മള് മകളുടെ ഫിത്ർ സക്കാത്തോ മരുമകന്റെ ഓളെ ഭർത്താവിന്റെ ഫിത്ർ സക്കാത്തോ നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു മകനുണ്ട്, മോനുണ്ട്, പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, ഓന് ജോലിയുണ്ട്, ഉദ്യോഗമുണ്ട് എങ്കിൽ നമ്മൾ മകന്റെ ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല, അത് ഓൻ തന്നെ കൊടുക്കണം. പക്ഷെ അതേ സമയത്ത് പ്രായപൂർത്തിയൊക്കെ എത്തിയിട്ടുണ്ട്, ജോലിയൊന്നുമില്ല, നമ്മുടെ സംരക്ഷണത്തിലാണെങ്കിൽ, നമ്മുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേലക്ക് നിൽക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കണിശമായി നമ്മൾ ശമ്പളമൊന്നും കൊടുക്കലില്ല, നമ്മുടെ ഒരു അംഗമായിട്ടാണ് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും കെട്ടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്നുള്ളത്.
അങ്ങനെ കൃത്യമായി കണിശമായി ശമ്പളം പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരിന്റെ പേരിലും നമ്മൾ കൊടുക്കണം. അതേ സമയത്ത് കണിശമായ ശമ്പളം വേതനം പറ്റുന്നവരാണെങ്കിൽ കൊടുക്കേണ്ടതില്ല. പിന്നെ മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മകന് അമുസ്ലിമാണ്, അല്ലെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരൻ അമുസ്ലിമാണെങ്കിൽ സക്കാത്തിന്റെ പിതൃസക്കാത്തിന്റെ വിഹിതം അവർക്ക് കൊടുക്കാം. പക്ഷെ അവരുടെ പേരിൽ നമ്മൾ ഓരോ സാഹ് കൊടുക്കൽ നിർബന്ധമല്ല. അതേ ഹദീസിൽ പ്രത്യേകം തന്നെ വന്നിട്ട് മുസ്ലിങ്ങളായ അംഗങ്ങളായിരിക്കണം. വീട്ടിലുള്ള വേലക്കാരന് മുസ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ മകന് മുസ്ലിം ആവണം, ഉപ്പ മുസ്ലിം ആവണം. എങ്കിൽ അവരുടെ പേരിൽ എണ്ണീറ്റ് എന്തോരോ സാഹ് വീതം കൊടുക്കാം. നേരെ മറിച്ചൊരു മോന് അമുസ്ലിമാണ്, അല്ലെങ്കിൽ പിതാവ് അമുസ്ലിമാണ്, വീട്ടിൽ നിൽക്കുന്ന വേലക്കാരി അമുസ്ലിമാണെങ്കിൽ പിതൃസക്കാത്തിന്റെ വിഹിതം അവർക്കും കൊടുക്കാം. അതേ സമയത്ത് അവരുടെ പേരിൽ എന്താണ് സക്കാത്ത് പിരിച്ചെടുക്കേണ്ട ആവശ്യമല്ല. ഇനി സ്നേഹിതന്മാര് എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്? അത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ പെരുന്നാൾ ഉറപ്പിക്കാൻ വേണ്ടി വലിയ കാലിയാര് പെരുന്നാൾ ഉറപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കലാണ്. ആർക്കും എന്നിട്ട് അരി കൊണ്ടുപോയി കൊടുക്കുകയാണ്. കാരണം ഈ അരി എന്തിനാ സ്നേഹിതന്മാരെ? പെരുന്നാൾ ആഘോഷിക്കാനല്ലേ. കാരണം നിങ്ങൾ പിതൃസക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലോ അവര് ഭയപ്പെടല്ലേ, പിറ്റേന്ന് പീടിക തുറന്നോണമെന്നുണ്ടോ? അപ്പൊ ഇത് നമ്മളെ അടിയിൽ വളരെ വിഡ്ഢിത്തം നമ്മൾ വന്നതാണ്. കാരണം ഇമാം അബൂ ഹനീഫ പറഞ്ഞത് റംസാന്റെ മുമ്പ് തന്നെ വേണമെങ്കിൽ പിതൃസക്കാത്ത് കൊടുക്കാന്നാ. ഷാഫിമാം പറഞ്ഞത് റംസാന്റെ ഏത് ദിവസത്തിനും കൊടുക്കാന്നാ. ഇമാം നബവി ശർഹ് മുദബ്ബിൽ പറഞ്ഞ് നമ്മുടെ മദ്ഹബിൽ അഭിപ്രായ ഭിന്നത വരെ ഇല്ല. റംസാന്റെ ഏത് ദിവസവും പിതൃസക്കാത്ത് കൊടുക്കണ അവകാശിക്ക് കൊടുക്കണ വിരോധമല്ല. നിർബന്ധമാവല് സൂര്യൻ അസ്തമിച്ച റംസാന്റെ അവസാനത്തിൽ സൂര്യൻ അസ്തമിച്ച് ചൊവ്വാലായാലാണ്. പക്ഷെ അതിനെ മുന്തിപ്പിക്കാമെന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായമില്ല. 4 മദ്ഹബിന്റെ ഇമാമികൾ അത് അംഗീകരിച്ചതാണ്. എങ്കിലും സഹാബത്തൊക്കെ പെരുന്നാളിന്റെ 1 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് കൊടുത്തിരുന്നു എന്ന് സഹീഹ് ബുഖാരി തന്നെ കാണാം. അപ്പൊ ഏറ്റവും നല്ലത് പെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് കൊടുക്കുക, 1 ദിവസം മുമ്പ് കൊടുക്കുക. എങ്കിലല്ല സ്നേഹിതന്മാരെ അവർക്ക് അതിലെ കല്ലൊക്കെ നീക്കി വൃത്തിയാക്കി പെരുന്നാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാം. പിന്നെ അവർക്ക് ഭയം ഉണ്ടാവില്ലല്ലോ. നേരെ മറിച്ച് 12 മണിക്കൊക്കെ പെരുന്നാൾ ഉറപ്പിക്കാണ്, എന്നിട്ട് വാതിൽക്കൽ മുട്ടി കൊണ്ടുപോയി അരി കൊടുത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലോ ഒരു വൈബ്രമായില്ലേ. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കടന്നുകൂടിയതാണ്. അതുകൊണ്ട് സഹാബത്തൊക്കെ പെരുന്നാളിന്റെ 1 ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് തന്നെ അത് കൊടുത്തു തീർത്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. പിന്നെ സ്നേഹിതന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതും സംഘടിതമായിട്ടാണ് കൊടുക്കേണ്ടത്. അത് സഹീഹ് ബുഖാരി മുസ്ലിമൊക്കെ ധാരാളം ഹദീസ് കാണാം. നബിന്റെ കാലത്ത് എല്ലാവരുടെയും ഫിത്ർ സക്കാത്ത് പള്ളിയിൽ വന്ന് കൂട്ടലാണ്. എന്നിട്ട് 1 ദിവസം മുമ്പ് 2 ദിവസം കൊടുക്കുന്ന ഇബ്നു അബ്ബാസ്, നബി ചവിട്ടിയോട് ചവിട്ടുന്ന സഹാബിയാണ് ഇബ്നു ഉമർ ഫിത്ർ സക്കാത്ത് വീട്ടിലേക്ക് ആവശ്യപ്പെട്ട് ചോദിച്ചു വരുന്നവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാറില്ല. അത് ശേഖരിക്കുന്നവർക്ക് ആമിലിങ്ങൾക്കാണ് കൊടുത്തിരുന്നത് എന്ന് പ്രത്യേകം സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ സംഘടിതമായിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ പിരിച്ചെടുക്കുന്നതാണ് സാധാരണ അരിന്റെ വില. പക്ഷെ കൊടുക്കൽ എത്രയെന്ന് പറഞ്ഞിട്ടില്ല. സക്കാത്തിന്റെ മാതിരി തന്നെ സക്കാത്ത് 2.5%, 5%, 10%. അത് പിരിച്ചെടുക്കുന്ന ശതമാനമാണ്. നേരെ മറിച്ച് കൊടുക്കൽ ശതമാനം നിശ്ചയിച്ചിട്ടില്ല. ഒരാൾക്ക് ഞാൻ കഴിഞ്ഞ ഫുതൂബി പറഞ്ഞ മാതിരി നിങ്ങൾ 5 ലക്ഷമാണ് കൊടുത്ത ഒരാൾക്ക് വിരോധമല്ല. അതേമാതിരി തന്നെയാണ് ഫിത്ർ സക്കാത്തും. അവകാശികൾക്ക് വാങ്ങാൻ അവകാശികൾക്ക് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞില്ല. ഒരാൾക്ക് 10 ചാക്കുകൾ കൊടുത്ത് 1 ചാക്ക് കൊടുത്ത് മറ്റൊരു പിടി അരി കൊടുത്ത് എങ്കിലൊന്നും വിരോധമില്ല, അത്രേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത്, കാരണം പെരുന്നാണ്ടന്നു ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അടുത്തുനിന്ന് ബിരിയാണിന്റെ ഒക്കെ ഇങ്ങനെ വാസന കേൾക്കുകയാണ്, അടുത്ത വീട്ടിൽ ചാക്കരിന്റെ ചോറ് തിന്നാണ്. അപ്പൊ ചെറിയ കുട്ടികളൊക്കെ വിചാരിക്കൂല സ്നേഹിതന്മാരെ, കാരണം പെരുന്നാണ്ട് അന്ന് വരെ ഒരു ബിരിയാണി തിന്നാന് ഒരു നെയ്ച്ചോറ് തിന്നാന് ഞങ്ങൾക്ക് ഭാഗ്യമില്ലല്ലോ എന്നൊരു ധാരണ ഉണ്ടാവും. കാരണം നബിന്റെ കാലത്ത് നബിയും അബൂബക്കറൊക്കെ ഉന്നത ഭക്ഷണം പെരുന്നാളിന് തിന്ന. സാധാരണക്കാർ 2 ഉക്കാന്റെ ചാക്കരിയും കൊടുത്തുങ്ങാണ്ട് അതിന്റെ വെറുംചോറും തിന്ന. അങ്ങനെ ഉച്ചനീചത്വം ഉണ്ടായിട്ടില്ല. അപ്പൊ പെരുന്നാണ്ട് അന്നെങ്കിലും ഒരു ഉച്ചനീചത്വം ഇല്ലാതെക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ കാശ് പിരിച്ചെടുത്തിട്ട് നല്ല ബിരിയാണിന്റെ അരി വാങ്ങിക്കൊടുക്കലാണ്. ഇനി പുറമങ്ങൾ ബഡ്ജറ്റ് ഉണ്ടാക്കി നെയ്യോ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതാണ്. ഇനി അത് മാത്രം പോലെ സ്നേഹിതന്മാരെ പെരുന്നാണ്ടന്ന് എല്ലാവർക്കും നല്ല വസ്ത്രം വേണം. അപ്പൊ അതിന് നമ്മൾ വേറെ റിലീഫ് നമ്മൾ വേറെ നടത്തണം. അതിന് വസ്ത്രം ദരിദ്ര ആളുകൾക്ക് അരി മാത്രം തിന്നാണ്ട് പോരല്ലോ. കാരണം ഒരു കുട്ടരും മുന്തിയ വസ്ത്രമൊക്കെ ധരിക്കും, മറ്റൊരു ദരിദ്രരായ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികളുണ്ടാവും, 3-4 വയസ്സുള്ള കുട്ടികൾ. അത് മോനെ ബാപ്പാക്ക് കാശില്ലാത്തോണ്ടാണ് എനിക്ക് പുതിയ വസ്ത്രം വാങ്ങി തരാത്തത്, ബിരിയാണിന്റെ ചോറ് തരാത്തതെന്ന് പറഞ്ഞാൽ എന്താ ബാപ്പാക്ക് കാശുണ്ടാക്കിയാല് എന്ന് വിചാരിക്കണം അപ്പോൾ മക്കളുണ്ടാവും. കാരണം അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല ഇങ്ങനെ സാമ്പത്തികതൊക്കെ ഏറ്റ വ്യത്യാസമൊക്കെ. ഉപ്പാന്റെ ക്രൂരതയാണ് എന്നാണ് ചെറിയ മക്കള് വിചാരിക്കുക.
അതുകൊണ്ട് അതിനും വേറെ സ്നേഹിതന്മാരെ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കണം. വസ്ത്രമില്ലാത്ത ദരിദ്രന്മാർക്ക് വസ്ത്രമൊക്കെ നമ്മൾ ശേഖരിച്ചും കണ്ട് പെരുന്നാളിന്റെ മുമ്പ് വിതരണം ചെയ്യാം. അത് നമ്മുടെ കടപ്പാട് ബാധ്യതയായിട്ട് നമ്മൾ കാണാം. പെരുന്നാണ്ടന്ന് അങ്ങനത്തെ ഉച്ചനീചത്വമൊന്നും ഉണ്ടാവരുത്. ചെറിയ കുട്ടികൾക്ക് എനിക്ക് പെരുന്നാണ്ടെന്നെങ്കിലും ഒരു പുതുവസ്ത്രം ധരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ, പെരുന്നാണ്ടെന്നും എങ്കിലും നെയ്ച്ചോറോ അല്ലെ ബിരിയാണിയോ തിന്നാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന ചിന്ത ഉണ്ടാവാതിരിക്കാനാണ്. പക്ഷെ എല്ലാം നമ്മൾ അട്ടിമറിച്ച മാതിരി പണ്ടൊക്കെ നല്ല കല്ലുള്ള ചാക്കരിന്റെ അരി പിതൃ സക്കാത്തായി വാങ്ങാണ്. എന്നിട്ട് 2 മണിക്ക് കാലിയാര് പെരുന്നാൾ ഉറപ്പിക്കും. എന്നിട്ട് വാതിൽ പോയി മുട്ടിയിട്ട് എന്താണ് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതും കൊണ്ടുപോയി കൊടുക്കലും ഇല്ല, ചിലപ്പം യാചിച്ച് വരാൻ വേണ്ടി കൊട്ടിയായിട്ട് യാചിച്ച് വരാൻ വേണ്ടി ഇതാക്കലാണ്. അല്ലെങ്കിൽ എളാപ്പാന്റെ മൂത്താപ്പാക്ക് കൊടുക്കും. സാധുക്കൊക്കെ ഒരു മണി അരി കിട്ടൂല സ്നേഹിതന്മാര്. എളാപ്പാന്റെ സക്കാത്ത് പിതൃവ്യന്റേത് അമ്മാവനോ, അമ്മാവന്റെ ഇങ്ങനെ മുതലാളി കൂക്കുക, മറ്റേ മുതലാളിയും കൂക്കുക. എന്നിട്ട് ഈ മുതലാളിന്റെ പിതൃ സക്കാത്ത് ആ മുതലാളിക്ക്, ആ മുതലാളിന്റെ ഇത് ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ബന്ധുക്കളിലടി മാത്രം കറങ്ങലായിരുന്നു. ദരിദ്രന്മാർക്ക് ഒരു മണി അരി പണ്ട് കിട്ടാറുമില്ല. അത് ബന്ധുക്കളുടെ കറങ്ങുന്ന ഒരു ഏർപ്പാടായിട്ട് തീർന്നിരുന്നു. പക്ഷെ കുറെയൊക്കെ മാറ്റം ഉണ്ടായി. ഇനിയും നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഞാൻ നിങ്ങളെ ഓതി കൽപ്പിച്ചത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, കാരണം ഏറ്റവും നല്ല ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ്, അവസാനത്തെ 10-ലാണ് ഇപ്പൊ നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹ് പറയാണ് തീർച്ചയായും വിശുദ്ധ ഖുർആനും ഖദ്റിന്റെ രാത്രിയിലാണ് ഞാൻ ഇറക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ നിർണായകമായ നിർണിത രാവ് അല്ലെ പവിത്രമായ രാവ് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ലൈലത്തുൽ ഖദ്ർ എന്ന രാവ് മുമ്പുണ്ട്, പക്ഷെ അതിന് പേരില്ല. രാവെന്നുകൊണ്ട് പുതിയ രാവല്ല പഠിച്ചതല്ലോ, കാരണം കൊല്ലത്തിന് 12 മാസമാണ്. അപ്പൊ ഖുർആൻ ഇറക്കാനായിട്ട് പുതിയതായിട്ട് രാവല്ല കൂട്ടി തിരികെ ഉണ്ടാക്കിയതല്ല. പക്ഷെ അന്നൊന്നും വിശുദ്ധ ഖുർആൻ ഇറങ്ങണ മുമ്പ് ആ രാവിന് ലൈലത്തുൽ ഖദ്ർ എന്ന് പേരില്ല. പേര് അള്ളട്ടതാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ ഇടാനുള്ള കാരണം ഖദ്ർ എന്ന ഒന്ന് പദവി എന്നാണ്. കാരണം ഖുർആൻ ഇറങ്ങിയതോട് കൂടിയാണ് സ്നേഹിതന്മാര് മനുഷ്യന്റെ പദവി വീണ്ടെടുത്തത്. കാരണം ഖുർആൻ ഇറങ്ങണ മുമ്പ് ഉന്നതനായ മനുഷ്യൻ തന്റെ ജീവിതം 3W എന്ന് പറയും. വിമൻ, വൈന്, വാറ്, അതായത് അടി, പിടി, കുടിയന്റെ മലപ്പുറത്ത് പറയും മദ്യപാനം, വ്യഭിചാരം, യുദ്ധം. ഈ ഇതിൽ മാത്രം ജീവിതത്തെ അടക്കം ചെയ്തതായിരുന്നു. മൃഗത്തെക്കാൾ അധപ്പതിച്ചിരുന്നു മനുഷ്യര്. വിശുദ്ധ ഖുർആൻ ഇറങ്ങി ആ നഷ്ടപ്പെട്ട പദവിയും സ്ഥാനം മനുഷ്യ ജാതിക്ക് നേടിക്കൊടുത്ത് ആ നിലക്ക് അള്ള പേര് പറഞ്ഞതാണ് ഖുർആൻ ഇറങ്ങിയ രാവിലെ ലൈലത്തുൽ ഖദ്ർ, പദവിന്റെ. പിന്നെ നിർണായകമായ രാവ് എന്ന് പറഞ്ഞാൽ അതായത് എല്ലാറ്റിനും വ്യവസ്ഥയും ചിട്ടയൊന്നും ഇല്ലായിരുന്നു. കാരണം കുത്തഴിഞ്ഞിരുന്നു എല്ലാ രംഗവും, മതരംഗം അടക്കെ. അച്ഛന്മാര് ദൈവത്തിന്റെ സ്ഥാനം വരെ അലങ്കരിച്ചിരുന്നു. ഖുർആൻ ഇറങ്ങി മറക്കിരുന്നോടത്ത് വ്യവസ്ഥ വെച്ച് എവിടൊക്കെ മറക്കിയിരിക്കാൻ പാടില്ല, എങ്ങനെ കൊട്ടുവായിടണം, എങ്ങനെ തുമ്പണം, എങ്ങനെ ധനം സമ്പാദിക്കണം, സമ്പാദിച്ചത് എങ്ങനെ ചിലവഴിക്കണം, എങ്ങനെ ഭരണം നടത്തണം, എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ കച്ചവടം ചെയ്യണം, ഇങ്ങനെ എല്ലാ രംഗത്തും ഒരു നിയമം വരെ, ഒരു രംഗം വരെ ഇല്ല. ആ രംഗത്തൊക്കെ വ്യവസ്ഥയും ചിട്ടയും വെച്ച് ആ നിലയ്ക്ക് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞു. ഇനി സ്നേഹിതന്മാര് ലൈലത്തുൽ ഖദ്ർ ആവർത്തിക്കുമോ എന്നാണ് ലൈലത്തുൽ ഖദ്ർ? ധാരാളം അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏറി മറിഞ്ഞാല് നോമ്പ് 30 ദിവസമല്ലുള്ളത്. പക്ഷെ ലൈലത്തുൽ ഖദ്ർ എന്നതിന് 46 അഭിപ്രായമുണ്ട്. ഫത്തുൽ ബാരിയിൽ അസ്കലാനി ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നതിൽ പണ്ഡിതന്മാരെ 46 അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആകെ 30 നോൻപുള്ളൂ. പക്ഷെ ലൈലത്തുൽ ഖദ്ർ എന്നതിന് 46 അഭിപ്രായമാണ്. പക്ഷെ ഏറ്റവും പ്രബലമായത് ഖുർആന്റെ സുന്നത്തിന്റെ ഒക്കെ സൂചന ഉള്ളത് ലൈലത്തുൽ ഖദ്ർ ആവർത്തിക്കും എന്ന് തന്നെയാണ്. ഖുർആന്റെ സൂചന ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതിന് രേഖ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. തനസ്സലു എന്ന് പറഞ്ഞാൽ അത് മുളാരിയാണ്, ഭാവിയാണ്, വർത്തമാനാണ്. തനസ്സല എന്നല്ല തനസ്സലു എന്നാ. അപ്പൊ തനസ്സലുൽ മലായികത്തു മലക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇറങ്ങുന്നാണ്. നേരെ മറിച്ച് കഴിഞ്ഞതാണെങ്കിൽ തനസ്സലു എന്നല്ല പറയാ, തനസ്സല എന്നാണ് പറയുക. അപ്പൊ തനസ്സലു എന്നത് മുളാരിന്റെ വർത്തമാനത്തിന്റെ ക്രിയയാണ്, അല്ലെങ്കിൽ ഭാവിന്റെ ക്രിയയാണ്. ആ നേരത്ത് സൂചന ഉണ്ട് എന്ന് പറയാം. സൂചനയുള്ളൂ എന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ സൂറത്ത് ഇറങ്ങുന്നത് മക്കയിൽ വെച്ചിട്ടാണ്. ഇതിൽ തന്നെ ലൈലത്തുൽ ഖദ്ർ ആവർത്തിക്കുമെങ്കിൽ മക്കയിൽ വെച്ചിട്ട് തന്നെ നബിയും സഹാബത്തൊക്കെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുകയും അന്ന് പ്രത്യേകം ജാഗ്രത പുലർത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. നബി മദീനയിൽ വന്ന് ഹിജ്റ 2 റമളാൻ മാസം നിർബന്ധമാക്കിയ അവസരത്തിൽ മാത്രമാണ് നബി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാനൊക്കെ പറയുന്നത്. അപ്പൊ എങ്കിലും അതിന്റെ പുണ്യം ആവർത്തിക്കും എന്നതിനാണ് തെളിവുള്ളത്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞു ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞെന്താ? ആ റമളാൻ മാസം ശ്രേഷ്ഠത ഉണ്ടാകും കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണെന്ന് പറഞ്ഞു.
അപ്പൊ ഖുർആൻ ഇറങ്ങിയതുകൊണ്ട് റംലാൻ മാസത്തിന് സാക്ഷരത കിട്ടിയെങ്കിൽ ഖുർആൻ ഇറങ്ങിയ രാത്രിക്കും സാക്ഷരത ഉണ്ടാവണ്ടേ? ഖുർആൻ ഇറങ്ങിയ രാവിലെ സാക്ഷരത അല്ല എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ റംലാൻ മാസത്തിന് സാക്ഷരത ഉണ്ടാണത്? അല്ല പറഞ്ഞു റംലാൻ മാസത്തിന്റെ സാക്ഷരതയായി അല്ല പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, അതുകൊണ്ടാണ് റംലാൻ മാസം സാക്ഷരത എന്ന് പറഞ്ഞത്. അപ്പൊ രാവിലെ ഉണ്ടായി എന്നർത്ഥം. അതുകൊണ്ട് നബിന്റെ ധാരാളം ഹദീസ് കാണാം. നബിയാണ് ഇൽതമിസുഹ തഹറുഹ, നിങ്ങൾ അതിനു വേണ്ടി അന്വേഷിക്കുക, അതിനുവേണ്ടി ജാഗ്രത പുലർത്തുക. പിന്നെ അവസാനത്തെ 10 നബി ശബ്ദം മിഹ്സറഹു, നബി തലയും അരയൊക്കെ മുറുക്കി രംഗത്തിറങ്ങുന്നതാണ്. എന്നിട്ട് രാത്രി മുഴുവനും ജീവിപ്പിക്കും, കുടുംബത്തൊക്കെ വിളിച്ചുണർത്തും. അങ്ങനെ അവസാനത്തെ 10 വന്ന നബി പ്രത്യേകം ജാഗ്രത കാണിക്കാറുണ്ടെന്നൊക്കെ പ്രത്യേക ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് എപ്പോഴാണിത്? നബി സല്ലല്ലാഹു പറഞ്ഞ് ഇൽതമിസുഹ ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി, അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കാന്ന് പറഞ്ഞു. ഈ ഒറ്റ രാവ് നബി അടിയുന്നു എണ്ണീക്കണം എന്ന് പറഞ്ഞ വാഹിദത്തും തബ്ഖ, സാലിസത്തും തബ്ഖ, അതുപോലെ ഖാമിസത്തും തബ്ഖ, സാബിയത്തും തബ്ഖ, തിസ്അത്തും തബ്ഖ, ഇങ്ങനെ കാണാം. 1 അവശേഷിക്കുമ്പോ 3 അവശേഷിക്കുമ്പോ 5 അവശേഷിക്കുമ്പോ അടിയുന്നും ഈ വിത്ത് എണ്ണീറ്റിന്റെ ഒറ്റ എണ്ണീക്കണം. അപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് റമളാൻ 30 ഉണ്ടെങ്കിൽ ഈ ഒറ്റ രാവിലെ 29, 1 വെട്ടി അപ്പൊ 29 വന്നില്ലേ? അപ്പൊ റമളാൻ 30 ഉണ്ടെങ്കിൽ ഒറ്റ രാവില. നേരെ മറിച്ച് 29 ആണെങ്കിൽ ഇരട്ട രാവിലാണ് വരിക. നബിന്റെ കാലത്ത് കണക്ക് പുരോഗമിച്ചിട്ടില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കണക്കിലൂടെ നമുക്ക് നിർണതമായി ഈ റമളാൻ എത്ര ഉണ്ട് എന്ന് കണക്കിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ കണക്കിൽ വിശ്വാസമുള്ള സ്നേഹിതന്മാരാണെങ്കിൽ 30 റമളാൻ മാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ രാവിലാണ് പ്രതീക്ഷിക്കേണ്ടത്. 29 ആണെങ്കിൽ 28 ഇരട്ട രാവിലെ പ്രതീക്ഷിക്കേണ്ടത്. നബിന്റെ കാലത്ത് കണക്ക് പുരോഗമിക്കാത്തത് കൊണ്ടാണ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് തന്നെ കാണാൻ ഇൽതമിസുഹ ഫിൽ അശ്രിൽ അവാഖിരി, അവസാനത്തെ 10 മുഴുവനും അന്വേഷിക്കണം എന്നുള്ളത്. അതുകൊണ്ട് കണക്കിൽ ഉറപ്പില്ലാത്ത സഹോദരന്മാര് ഒറ്റ രാവ് 21, 23 മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ. ആ ദിവസം 10 മുഴുവൻ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. കാരണം നബിന്റെ ആ ഹദീസിൽ നിന്ന് ഈ ഒറ്റ എന്നുള്ള അടിയിന്നും താഴോട്ട് നബി എണ്ണീക്കണം. അതുകൊണ്ട് അത് മാറുന്ന. പിന്നെ സംശയം ഉണ്ടാകുക അമേരിക്കയിൽ രാവാകുമ്പോൾ പകലല്ലേ എന്നാ. കാരണം ലൈലത്തുൽ ഖദ്ർ പറഞ്ഞ 12 മണിക്കൂറല്ല, 24 മണിക്കൂറാണ്. അപ്പൊ അതേ റാവെന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരികയാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചാണ് 12 മണിക്കൂറാണെന്നുള്ളത്. 12 മണിക്കൂറല്ല, 24ആണ്. 24 മണിക്കൂറാണ്. പിന്നെ മറ്റൊരു സംശയം ഉണ്ടാകും, ദൂവപ്രദേശത്തിൽ ഇരുട്ടെന്നല്ലോ. അപ്പൊ അവിടെ ലൈലത്തുൽ ഖദ്ർ, ലൈലത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടുണ്ടാണെന്ന ആവശ്യമല്ല. അത് ഖുർആൻ തന്നെ വ്യക്തമാവും. അഗ്തശ ലൈലഹ എന്നാണ്. രാവിനെ പൊതുവെ ഇരുട്ടുള്ളതാക്കി. ലൈൽ എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ളതാണെങ്കിൽ ഇമാം റാസി പറഞ്ഞ ഇരുട്ടുള്ളതാക്കിയത് വരും. പിന്നെ ഖുർആൻ തന്നെ പറഞ്ഞു സുമ്മ അതിമുസിയാമ ഇലല്ലൈലി, നോമ്പ് രാവ് വരെ നിങ്ങൾ പൂർത്തിയാക്കണം എന്നാണ്. അപ്പൊ നോമ്പ് നമ്മൾ തുറക്കണ സമയത്ത് ഒരിക്കലും ഇരുട്ടുണ്ടാവാറില്ലല്ലോ. അപ്പൊ രാവ് എന്ന് പറയണമെങ്കിൽ ഇരുട്ടുണ്ടാവണമെന്നില്ല. അവൻ ദുവപ്രദേശം 6 മാസം പകലുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ എന്തുണ്ടാവും? ഇതിന്റെ പുണ്യം ആവർത്തിക്കും എന്നതാണ് നമുക്ക് ഖുർആന്റെ സൂചനയിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് ആ രാവിന് വേണ്ടി നബി സല്ലല്ലാഹു പ്രത്യേക ജാഗ്രത പുലർത്തിയിരുന്നു. അതൊക്കെ 1, 2 ഹദീസിൽ വന്നതല്ല, ധാരാളം ഹദീസിൽ വന്നതാണ്. അതേ സമയത്ത് ഖുർആനിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ആണല്ലോ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ എന്നാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠത ഉണ്ട്. അത് ഖുർആൻ ഇറങ്ങിയ ആ രാവിനെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. 1000 രാവിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറഞ്ഞ ഒരർത്ഥം ഖുർആൻ വ്യാഖ്യാനമാക്കിയത് 1000 രാവിലെ 1000 മാസം നമ്മൾ മനുഷ്യനെ സമുദ്ധരിക്കാൻ വേണ്ടി നല്ല അളക്കല് ബുദ്ധിജീവികൾ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ സാധിക്കാത്ത ഒരു സാധ്യതയാണ് ഒറ്റ രാവോട് നേടിയെടുത്തത്. കാരണം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, എഴുത്തും വായനയും പഠിക്കാൻ വേണ്ടി പറയാണ്. അപ്പം 1000 രാവിനേക്കാൾ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞ 1000 രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞ 1000 മാസം. ബുദ്ധിയുള്ള ആളുകൾ സംസ്കരിക്കാൻ വേണ്ടി, മനുഷ്യനെ സമുദ്ധരിക്കാൻ വേണ്ടി അധ്വാനിച്ചാൽ സാധിക്കാത്ത അത്ര നേട്ടമാണ് ഒറ്റ രാവ് കൊണ്ട് 5 സൂക്തം കൊണ്ട് നേടിയെടുത്തതെന്നും ആയത്തിൽ അർത്ഥം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ആയത്തിൽ സൂറത്ത് പറഞ്ഞത് ആ ഖുർആൻ ഇറങ്ങിയ രാവിനെ കുറിച്ച് തന്നെയാണ്. എങ്കിലും അതിന്റെ ശ്രേഷ്ഠത ആവർത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണത്തിനും അതുപോലെ ഖുർആന്റെ സൂചനയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാം. അതുകൊണ്ട് ആ രാവ് നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ ജാഗ്രത പുലർത്താം. ഇങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖികളായി ജീവിച്ച് മരിക്കാനുള്ള മഹത്തായ ഭാഗ്യം പഠിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ
വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ ദായിമൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ശരിയായ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഒന്നുകൂടി എന്നോടെന്ന പോലെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, 27 രാവിന് ഒരു ശ്രേഷ്ഠത ഇസ്ലാം മതം കൽപ്പിച്ചിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ, എന്റെ മലപ്പുറം ഒക്കെ 27 രാവെത്തിയാല് നെയ്യപ്പും കലത്തപ്പൊക്കെ ചൂടാണ്, എന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരലാണ്. എന്നിട്ട് ചില ആളുകൾ അത് ഈ ശ്മശാനത്ത് ഇടും. കാരണം അന്ന് തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ എന്നല്ലേ. അപ്പൊ റൂഹ് എന്നാണ് ആത്മാക്കളാണ്, മരിച്ച ആത്മാക്കൾ കാണുന്ന. ഒരു ഖുർആൻ വ്യാഖ്യാതവും പറഞ്ഞിട്ടില്ല കേട്ടോ. ഭൂമി ജനിച്ചൊരു ഖുർആൻ വ്യാഖ്യാതവും പറഞ്ഞിട്ടില്ല. റൂഹ് എന്നാണ് ഒരർത്ഥം പറഞ്ഞത് ഖുർആനാണെന്ന. ഖുർആന്റെ അവതരണം അന്നാണ് തുടങ്ങിയത്. മലക്കുകൾ ഖുർആനുമായിട്ട് ഇറങ്ങി. രണ്ടാമത്താണ് ജിബിരിയിലാണ്. കാരണം ജിബിരിയിലിന് റൂഹ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ മറ്റൊരു ആത്മാവ് ഇറങ്ങുന്നല്ല. എന്നിട്ട് പള്ളിക്കാട് ശ്മശാനത്തെ കൊണ്ടുപോയി വിതരണം ചെയ്യല. എന്നാ പിന്നെ നിങ്ങൾ ആത്മാവ്, നിങ്ങൾ മരിച്ചുപോയി, നിങ്ങൾ ആത്മാവ് ഇറങ്ങി വരികയാണെങ്കിൽ നിങ്ങൾ ശ്മശാനത്തേക്കാ പോവുക. നിങ്ങൾ വീട്ടിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കാണാനല്ലേ. എന്നാ വീട്ടിൽ മേശമ്മൽ തീറ്റി മേശമ്മൽ വെക്കല്ല വേണ്ടിയത്, ചുട്ട നെയ്യപ്പൊക്കെ. അല്ല, ശ്മശാനത്ത് കൊണ്ടുപോയിടലാണ്. അതുവരെ ആചാരങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇമാം ഷാഫി പറഞ്ഞത് 23-ന്റെ അന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന. ഷാഫി വരെ 27 രാവിന് പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. ഇമാം ഷാഫിന്റെ അഭിപ്രായം 23-ന്റെ അന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്നാണ്. അതുകൊണ്ട് 27 രാവിന്റെ അന്ന് അനാചാരങ്ങൾ ഉപേക്ഷിക്കുക. ബദരീങ്ങളെ 17 ആണ്ടിന്റെ അന്ന് ഒരു റംസാൻ അന്ന് ഒരു ആണ്ട് കഴിച്ച് ബിദ്അത്ത് ചെയ്ത്, ഇനി 27 രാവിന്റെ അന്ന് മറ്റൊരു ബിദ്അത്ത്. അപ്പൊ റംസാൻ മാസം എന്ന് പറഞ്ഞാല് ശിർക്കും ബിദ്അത്തും ചെയ്യാനുള്ള മാസമായിട്ട് നമ്മൾ കാണരുത് സുഹൃത്തുക്കളെ. പിന്നീടുള്ളത് ഈ അവസാനത്തെ 10 പ്രവാചകൻ ഈത്തിക്കാഫ് ഇരുന്ന ഖുർആൻ തന്നെ കിട്ടും. വഅൻതും ആകിഫൂന ഫിൽ മസാജിദി, നിങ്ങൾ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കുക, സ്ത്രീകളുമായി സഹവസിക്കരുത് എന്ന് പറഞ്ഞു. സ്ത്രീകളുമായി പള്ളിയിൽ ഇത്തിക്കാഫ് ഇരിക്കലും സാഹസിക്കാൻ പാടില്ല പകൽ സമയത്ത്. അപ്പൊ ഇത്തിക്കാഫ് പുണ്യാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞതാണ്. അത് ആർക്കും പ്രായോഗികമാക്കാം. വലിൽ മൂത്തഖിഫി മാ യശ്തരിത്തുന്ന അവസാനത്തെ 10 മുഴുവൻ ഇരിക്കണം നിബന്ധനയൊന്നുമില്ല. ഇത്തിക്കാഫിന്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരു നിമിഷ നേരമാണെന്ന. നിങ്ങൾ 2 മിനിറ്റ് നേരം ഇത്തിക്കാഫിന്റെ ഉദ്ദേശത്തോട് ആ പുണ്യങ്ങൾ കിട്ടിയെന്ന് അർത്ഥം. അപ്പൊ നിങ്ങൾ സമയമൊക്കെ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തന്നെ ഇത് പ്രായോഗികമാക്കാം. നിങ്ങൾക്ക് സാധിക്കണം. സ്ത്രീകൾക്കും നബിന്റെ കാലത്ത് സ്ത്രീകൾ ഇരുന്നു, നബിന്റെ മരണശേഷം സ്ത്രീകൾ സജീവമായി ഇത്തിക്കാഫ് ഇരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ സൗകര്യമുള്ള സമയം നിങ്ങൾക്ക് തെരഞ്ഞെടുത്താൽ മതി. പകലാണെങ്കിൽ ഇത്ര, അല്ലെങ്കിൽ രാത്രി ഇത്ര മണിക്കൂർ, 1 മണിക്കൂർ, 1 മണിക്കൂർ. അപ്പൊ ഇത് ഒരു ജോലി ഇല്ലാത്ത മടിയന്മാർക്കുള്ള ഒരു ഇബാദത്താണ് ഇത്തിക്കാഫ്. തെറ്റിദ്ധരിക്കണ്ട, എല്ലാവർക്കും നടപ്പാക്കാം. പിന്നെ സ്നേഹിതന്മാരെ, ചെറിയ പെരുന്നാളാണ്, ഞാൻ വിശദീകരിച്ച നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. അതുമായി ഏതാനും ചില സുന്നത്തുകൾ മാത്രം. ഒന്നാമത് ഈ തക്ബീർ ചൊല്ലുക എന്നുള്ളത് അത് ഖുർആൻ അതിനകത്ത് കിട്ടും. അള്ളാഹ് പറഞ്ഞു വലി തുക്മിൽ ഇദ്ദത വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകുന്ന. റംസാന്റെ ദിവസങ്ങൾ പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണ്? തക്ബീർ ചൊല്ലിക്കൊണ്ടാണ്. അപ്പം നബി സയ്യിനു അയ്യാദക്കും ബിൽ തക്ബീർ എന്ന് പറഞ്ഞ് നിങ്ങളെ പെരുന്നാൾ ദിവസം തക്ബീർ കൊണ്ട് നിങ്ങൾ അലങ്കരിക്കുക എന്ന് പറഞ്ഞ്. അപ്പൊ തക്ബീർ ചൊല്ലുക, അതൊക്കെ ഒന്ന് എടുത്തു പോയിക്കുന്ന സുഹൃത്തുക്കൾ. ചെറിയ കുട്ടികൾ മാത്രം തക്ബീർ ചൊല്ലും. വലിയവരൊക്കെ വിചാരപ്പം ഞമ്മക്കൊന്നും ചൊല്ലിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തക്ബീർ സഹാബത്തൊക്കെ അത് പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. പിന്നീടുള്ളത് നമ്മൾ പെരുന്നാൾക്ക് ഒരു പ്രത്യേക ഒരു കുളി കുളിക്കാം. അത് നിങ്ങൾ ചൊല്ലി ബാത്റൂമൊന്നും ചൊല്ലി പറയൊന്നും വേണ്ട. ചെറുനാണ്ട കുളി ഞാൻ കുളിച്ചാണെന്നൊന്നും പറയണ്ട. നമുക്ക് ധാരണ ഉണ്ടായാൽ മതി. നാടൻ കുളിയല്ലത്, ഇത് പെരുന്നാളോടനുബന്ധിച്ച് പ്രത്യേക ഒരു കുളിയാണ്. അങ്ങനെ കുളി കഴിഞ്ഞാൽ നല്ല പുതുവസ്ത്രം ധരിക്കാം. അത് നബി അധികം പെരുന്നാളിന്റെ അന്ന് വെള്ളവസ്ത്രമല്ല ധരിക്കാറുള്ളത്. നബി വരള്ള കളറുള്ള അലങ്കാര വസ്ത്രങ്ങളാണ് നബി അധികം ധരിച്ചിരുന്നതും എന്ന് ഹദീസിൽ കാണാം. അപ്പൊ അന്ന് നിങ്ങൾ വെള്ളവസ്ത്രം തന്നെ ധരിച്ചോളൊന്നുമില്ല. ധരിക്കുന്ന വിരോധം ഞാൻ പറയല്ല, ധരിക്കോളും ധരിക്കാം. പക്ഷേ അതിന് വെള്ളവസ്ത്രത്തിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് വെക്കണ്ട. പെരുന്നാണ്ടന്നൊക്കെ ജുമാന്റെ അന്നൊക്കെ, ജുമാക്കും പെരുന്നാണ്ടന്നൊക്കെ നബി മറ്റുള്ള കളർ, അത് ആഘോഷ ദിവസമാണല്ലോ, അതേ ധരിച്ചിരുന്നുള്ളൂ എന്നാ. അങ്ങനെ ആ പുതുവസ്ത്രം നമ്മൾ പരമാവധി ധരിക്കുക. കാരണം അതൊക്കെ ഉള്ളോ തന്നെ പുതുവസ്ത്രം ധരിക്കൂല. കാരണം വലിയോലൊക്കെ വിചാരം പെരുന്നാളൊക്കെ കുട്ടികൾക്കാണ് ഞമ്മക്കൊക്കെ സ്പോർട്സ്, ക്രിക്കറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ആണുങ്ങൾക്ക്. കുട്ടികൾക്കാണ്, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കുള്ളതാ പെരുന്നാള് എന്നൊക്കെ ഒരു ധാരണ കടന്നുകൂടുന്നുണ്ട്. അത് നമ്മൾ തിരുത്താം. എന്നിട്ട് പിന്നെ നബി കണിശായിട്ട് പറഞ്ഞ് ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും തിന്നു പോകണം. 1 മാസം പട്ടിണി കടന്നതല്ലേ, ഇനിയും പട്ടിണി കടന്ന് പുറക്കരുത്. നല്ല നാസ്ത കഴിച്ച് പയറൊക്കെ ലോഡാക്കി അങ്ങനെ പുറപ്പെടണ ഈദ്ഗാഹിലേക്ക് നബി പ്രത്യേകം നിർദ്ദേശിക്കണം. അപ്പൊ എന്തെങ്കിലും നാസ്ത കഴിക്കണം, നാസ്ത കഴിക്കാതെ പുറപ്പെടരുത്. പിന്നെ സ്നേഹിതന്മാരെ, ധാരാളം ഹദീസ് കാണാം. പള്ളിയിൽ വെച്ചിട്ട് നബിന്റെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം വരെ ഈ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിട്ടില്ല. ഒരു ദിവസം മഴ പെയ്തപ്പം പള്ളിയിൽ വെച്ച് നിർവഹിച്ചെന്നാണ്. അതെന്നെ വളരെ പോക്കാണ്, ദുർബലമായ ഹദീസാണ്.
തെളിവിന് കൊള്ളാത്തതാണ്. അപ്പൊ പരമാവധി നമ്മൾ ഈദ്ഗാഹ് തയ്യാറാക്കുക. അതിൽ കുന്ന ഉമിർന അൻ നുഖ്രിജൽ ഹുയ്യദ വൽ ഹവാതിക വദവാതിൽ ഹുദൂദി എന്ന ബുഖാരി മുസ്ലിമൊക്കെ 100 കണക്കിന് ഹദീസ് കാണാം. സുന്ദരികളായ സ്ത്രീകളെയും യുവതികളെയും ആർത്തവകാരികളെ വരെ ഈദ്ഗാഹിൽ കൊണ്ടുവരാൻ പറയലുണ്ട്. എന്നിട്ട് ബുഖാരി മുസ്ലിം കാണാൻ ആർത്തവകാരികൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലും, പൊതു പ്രാർത്ഥനയിൽ പങ്കെടുക്കും, നിസ്കാര സമയാൽ വിട്ടുക്കുന്നതാണ്. കാരണം പെരുന്നാണ്ടന്ന് സുഹൃത്തുക്കളിൽ പെൺകുട്ടി ആർത്തവായത് ഓളെ തെറ്റാണോ? അതുകൊണ്ട് ഓളെ അന്നും അടുക്കളയിൽ തന്നെ ഇങ്ങനെ കുത്തിരിക്കുക, അത് പാടില്ല. അപ്പൊ യുവതികളും ചൊർക്കുള്ള പെണ്ണുങ്ങളും ആർത്തവകാരികളും എത്രത്തോളം എന്നാൽ സ്ത്രീകൾക്ക് ഈദ്ഗാഹിൽ പങ്കെടുക്കൽ ഫർളാണെന്നാണ് അബൂബക്കറിന്റെ അഭിപ്രായം, ഖലീഫ ഉമറിന്റെ അഭിപ്രായം. അതുപോലെ തന്നെ അലി അള്ളാഹിന്റെ ഉസ്മാൻ മാത്രം, ഉസ്മാൻ അള്ളാഹ് ഒഴികെ 4 ഖുലഫാഉർ റാഷിദീൻ 3 ഖുലഫാഉർ റാഷിദീൻ അഭിപ്രായം സ്ത്രീകൾക്ക് ഈദ്ഗാഹിൽ പങ്കെടുക്കൽ പെരുന്നാൾ നിസ്കാരം നിർബന്ധമാണെന്ന്. പുരുഷന്മാർക്ക് സാമൂഹ്യ ബാധ്യതയാണെങ്കിൽ സ്ത്രീകൾക്ക് ഫർളായിനാണ്, വ്യക്തി ബാധ്യതയാണ് എന്ന് വരെ സഹാബത്തിന് അഭിപ്രായമുണ്ട്. പിന്നെ പ്രഗൽഭ സാഹിബ് ഉമ്മു അത്തിയ, നബി ചവിട്ടിയോട് ഇബ്നു ഉമർ, ഇവർക്കൊക്കെ പെരുന്നാൾ നിർബന്ധമാണ് സ്ത്രീകൾക്ക് എന്നാണ്. അതിന് ധാരാളം ഹദീസിന്റെ വിശദീകരിക്കാൻ സമയമല്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. കുറച്ചെങ്കിലും ആരോഗ്യമുള്ള ആളുകൾ, കുറച്ചെങ്കിലും ജീവനുള്ളവരൊക്കെ കൊണ്ടുവരിക. കാരണം തിരഞ്ഞെടുപ്പിൽ കുറച്ച് റൂഹുള്ളവനെ വരെ നമ്മൾ കസേലിയേറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അപ്പൊ അതേമാതിരി കുറച്ചൊക്കെ നടക്കാനൊന്നും പറ്റാത്തവരൊക്കെ ആണെങ്കിൽ കസേലിയേറ്റിലോ വാഹനത്തിലൊക്കെ ആയിട്ട് പോവുക. പിന്നെ പൊതു സുന്നത്ത് മാഷിയ നബി പറഞ്ഞ ഈദ്ഗാഹിലേക്ക് നടന്നിട്ട് പോകലാണ്. അതേസമയം ദൂരത്തുള്ളവരാണ്, നടക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യാം, വാഹനം ഉപയോഗിക്കാം, അതിന് വിരോധമൊന്നുമില്ല. എങ്കിലും തക്ബീർ ഇങ്ങനെ ചൊല്ലി ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക. അങ്ങനെ ഈദ്ഗാഹ് കഴിഞ്ഞ സ്നേഹിതന്മാരെ പിന്നെ നമ്മൾ കടന്നുറങ്ങലല്ല, പിന്നെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അത് ധാരാളം ഹദീസ് കാണാം. ഒരു പെരുന്നാൾ ദിവസം നബി വീട്ടിൽ ആയിഷാ ബീബിന്റെ വീട്ടിൽ കയറി വന്ന്, അപ്പൊ ആയിഷാ ബീബി ചെറിയ കുട്ടികൾ ഇങ്ങനെ പെൺകുട്ടികൾ അന്നത്തെ ഹാർമോണിയം, ഇന്നത്തെ രീതിന്റെ അന്നത്തെ ഹാർമോണിയം പാട്ട് പാടി ഇങ്ങനെ ഇതാക്കണം. അപ്പൊ നബി അതിങ്ങനെ കേട്ട് ആസ്വദിച്ച് കിടക്കുകയാണ്. അപ്പൊ അബൂബക്കർ കയറി വന്നിട്ട് പറഞ്ഞു, മിസ്മാർ ഷെയ്ത്താനി ഇന്ത റസൂലില്ല, ആയിഷാന്റെ കുട്ടികളിഞ്ഞും മാറിയിട്ടില്ലേ, പിശാച്ചിന്റെ ഹാർമോണിയം അതന്നെ നബിന്റെ അടുത്ത് വെച്ച് പാടിക്കാണോ ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, അബൂബക്കർ അവരെ വിട്ടച്ചള ലികുല്ലി ഖൗമി ഈദും, എല്ലാവർക്കും പെരുന്നാളുണ്ട്. വഹാദ ഈദുന, ഇത് നമ്മളെ പെരുന്നാളാണ്. ഇന്നും പള്ളിയിൽ ഖുർആനോദി യാസീനോദി കുത്തിരിക്കല്ല, അത് ആഘോഷിക്കുക, പാട്ട് പാടിയിട്ടൊക്കെ ആഘോഷിക്കണം. അപ്പൊ സ്നേഹിതന്മാർ ഒരു പാട്ടുപരണവും ഇസ്ലാം മതം വിരോധിച്ചിട്ടില്ല. കാരണം മിസ്മാർ തന്നെയാണ് ഹദീസ് ഹാർമോണിയം എന്നാ. കാരണം ഹാർമോണിയം തെറ്റാണെങ്കിൽ, ഇസ്ലാമിൽ തെറ്റാണെങ്കിൽ പെരുന്നാണ്ടന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മളെ പെരുന്നാണ്ടന്ന് ഹറാം അനുവദിക്കൂലല്ലോ. മറ്റു ജാതിന്റെ മാതിരിയല്ല. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പ് അലങ്കരിക്കല്, ഓണം എന്ന് പറഞ്ഞാൽ അലങ്കരിക്കല്, അവരെന്തു ചെയ്യും? അതേമാതിരി നമ്മളെ പെരുന്നാണ്ടന്ന് അല്ലാഹു അക്ബർ എന്നാണ്. അപ്പൊ ഹാർമോണിയം ഒക്കെ തെറ്റാണെങ്കിൽ ഒരിക്കലും പെരുന്നാണ്ടന്ന് അത് ഒരിക്കലും ഇസ്ലാം അത് അനുവദിക്കുകയില്ല. ഒരു പാട്ടുപകരണം അനുവദിച്ചില്ല. അപ്പം ഇസ്ലാമിക ഗാനങ്ങളൊക്കെ സംഘടിപ്പിക്കാം, യുവാക്കന്മാരുടെ കമ്പവലി സംഘടിപ്പിക്കുക, കഥാപ്രസംഗം സംഘടിപ്പിക്കുക. ഇതൊന്നും ചെയ്യാത്തോണ്ടാണ് പെരുന്നാണ്ടൊന്നും മേറ്റിനിക്ക് പോകുന്നത്. എന്നിട്ട് പത്രത്തിൽ വരും, പിറ്റേന്ന് പത്രത്തിൽ വരുന്ന എന്താ, സിനിമാശാല അത്തറ് കൊണ്ട് അടിച്ചു വീശിയായിരുന്നു എന്നാ. ഇതാണ് പത്രത്തിൽ വരാറുള്ളത്. കാരണം പത്രക്കാർ വിചാരിച്ച അങ്ങനെയാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സിനിമാശാല അലങ്കരിക്കലാണ്, ഓണം ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പ് അലങ്കരിക്കലാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് തിരുത്ത ചില സ്നേഹിതന്മാർ മൈസൂർക്ക് കയറിയിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ എന്നിട്ട് കള്ളും കുടിച്ചിട്ട് ഒരു മാസത്തെ നന്മ സുഹൃത്തുക്കളായിട്ട് നശിപ്പിക്കാണ്. അതൊന്നും ചെയ്യരുത്. പെരുന്നാളിന്റെ ദിവസത്തിലും പഠിച്ചവനെ നീയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറയാണ്. അവ അനുവദിച്ചമായ അശ്ലീല ഗാനങ്ങളൊക്കെ ഒഴിവാക്കുക. മറ്റുള്ള പാട്ട്, മ്യൂസിക് പെരുന്നാളൊക്കെ ഉപയോഗിച്ച് കഥാപ്രസംഗങ്ങൾ, പാട്ടുകൾ ഇതൊക്കെ സംഘടിപ്പിക്കുക. ഈ എസ്കലാനിൽ പറഞ്ഞത് ഇളാറു സുറൂരി ഫി ഓമിലാഹ്യാദി മിനൽ മിശഅഇരിദീന, പെരുന്നാൾ ആഘോഷിക്കാനാണ്. അപ്പൊ ആഘോഷിച്ചിട്ട് കാണിക്കണം, അതാണ് ചിഹ്നം. നോമ്പ് ഭക്തിയാണ്, അത് ആഘോഷിക്കല്ല, അത് ഭക്തിയോട് കൂടി നോക്കുക. നിസ്കാരം ഭക്തിയാണ്, അവിടെ പാട്ട്, നിസ്കാരത്ത് പാട്ട് പാടാനൊന്നും പാടില്ല. പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്, അത് പാട്ട് പാടലും ഒക്കെ. അങ്ങനെ അതിനാദരിക്കുന്നൊക്കെ അസ്കലാനി പോലുള്ള പ്രഗൽഭ പണ്ഡിതന്മാര് ഫത്തുൽ ബാരി പറഞ്ഞിട്ട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. നബിന്റെ ധാരാളം ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു പെരുന്നാളന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചാണ്, അഭിഷക്കാർ വന്നിട്ട് ഈ ചെറിയ കുന്ത ഉപയോഗിച്ചിട്ട് നടത്തുകയാണ് പള്ളിയുടെ മൂലയിൽ. അപ്പൊ നബി ആയിഷത്തു തായാലി എന്നാണ്, ആയിഷ വാ കളി കണ്ടോന്നാണ്. എന്നിട്ട് ആയിഷ പറയാം, ഞാൻ എന്റെ താടിയല്ലി നബിന്റെ തോളത്ത് വെച്ച്. എന്നിട്ട് നബി അടക്കിങ്ങനെ ചോദിച്ചു, ഹമാ ഷബീത്തി, ആയിഷ കളി കണ്ട് വയറ് നിറഞ്ഞു ചോദിച്ചു. ഞാൻ പറയും ഇല്ലാന്ന് അറിയും, കളി ബോറൻ കളിയാണ്. പിന്നെ ഇല്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പള്ളിയിലുള്ള മറ്റു ആണുങ്ങളൊക്കെ അടുത്ത് മനസ്സിലാക്കട്ടെ എന്റെ നബിന്റെക്ക് എന്റെ അടുത്തുള്ള സ്ഥാനം. കാരണം ഞാൻ നബിന്റെ തോളത്ത് താടിയൽ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഇതൊക്കെ സഹീഹ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാണ്. അപ്പൊ അങ്ങനെ ചെറിയ കുന്തം കൊണ്ടുള്ള മത്സരങ്ങൾ ഇതൊക്കെ നബി പെരുന്നാളന്ന് സംഘടിപ്പിച്ചിനി. ധാരാളം ഹദീസുണ്ട്. ചില ഭക്തന്മാർ വന്നിട്ട് ഇതൊന്നും പാടില്ല, അതൊന്നും പറഞ്ഞു തന്നില്ല.
അതുകൊണ്ട് തെറ്റിദ്ധരിച്ചതാണ്. ഇതൊക്കെ ഇതാക്കുക. പിന്നെ കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടി പുറപ്പെടുക, അതൊക്കെ നമ്മൾ ഇതാക്കുക. കടന്നുറങ്ങരുത്. കാരണം രാവിലെ 10 മണിക്ക് നമ്മൾ ചോറുന്നതാണ്. പിന്നെ ളുഹ്റിന്റെ വാങ്ങ് കൊടുക്കുമ്പോൾ അസ്റാൻ കൊടുക്കണം വഴി തോന്നല. പിന്നെ അത് സമയം നീങ്ങൂല. അപ്പൊ എന്ത് ചെയ്യാണ്? എവിടേക്കെങ്കിലും പോവുകയാണ്. നേരെ 10 മണിക്ക് തന്നെ ചോറ് കഴിച്ചാലൊന്നും ഇസ്ലാം മതം പറഞ്ഞിട്ടില്ല. പെരുന്നാണ്ടെന്ന് വിചാരിച്ചാൽ 10 മണിക്ക് തന്നെ ചോറ് കഴിച്ചണ്ട. നിങ്ങൾ സാധാരണ കഴിക്കണ സമയത്ത് തിന്നാ മതി. പക്ഷെ സമയം പോകൂല. അസ്റിന്റെ ളുഹ്റിന് വാങ്ങ് കൊടുക്കുമ്പോൾ അസ്ർ വാങ്ങ് കൊടുക്കാൻ നമുക്ക് തോന്നിപ്പോവുകയാണ്. അപ്പൊ പണ്ടാറക്കാൻ ഞാൻ എവിടെയും പോവുകയാണ്. അപ്പൊ അതൊക്കെ ഇതാ അള്ളാഹ് അനുവദിച്ച പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക. അങ്ങനെ ഓരോ രംഗത്തും ഇസ്ലാമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കുക. പഠിച്ച മഹത്തായ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. പഠിച്ചവനെ, ഈ പരിശുദ്ധ റമദാൻ മാസകാലത്ത് ഞങ്ങളുടെ പങ്കെടുത്ത് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കാതെ വീടുകളിലും ആസ്പത്രികളിലും സുഖമില്ലാതെ കിടക്കണ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ സഹോദരി സഹോദരന്മാർക്കും എന്റെ മഹത്തായ ശിഫഖാന അവർക്ക് രോഗശമനം നൽകണമേ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് അടുത്തതായിട്ടും വിദൂരത്തായിട്ടും മരിച്ചുപോയ ഉമ്മമാർക്കും ഉപ്പമാർക്കും ബന്ധുക്കൾക്കും ആദർശ ബന്ധുക്കൾക്കും സർവ്വ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കും എന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ടും അവിടെ ഖബർ ജീവിതവും പരലോകം രക്ഷ നിറഞ്ഞതാക്കണമേ. പഠിച്ചവനെ, ഞങ്ങൾക്ക് ഭൗതികവും പാരത്രികവുമായ ധാരാളം കടപ്പാടുകളും ജോലികളും ചെയ്തു തീർക്കേണ്ടവരാണ്. അല്ല, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ഇഫത്ത് ഐശ്വര്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പഠിച്ചവനെ, ഒരു കൂട്ടം സ്വർഗത്തിലേക്ക് ഒരു കൂട്ടം നരകത്തിലേക്ക് വിധിയേൽപ്പിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വിധിയേൽപ്പിക്കുന്ന ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ വലാ തുഖ്സിനാ യൗമൽ ഖിയാമ വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്.